വോട്ടുകളുടെ ലീഡിൽ മുഖ്യമന്ത്രി ധർമ്മടത്ത് പിന്നിൽ നിൽക്കുമ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ 10,000 വോട്ടിന് ലീഡ്. പ്രേക്ഷകരെ, ഇത് കേരളത്തിലെ ഇടതുപക്ഷം കേൾക്കേണ്ട വിധിയായി മാറുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2500 വോട്ടുകൾക്ക് പിന്നിലാകുമ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ 10,000 വോട്ടുകൾ. ലീഗ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ലീഗ് മുന്നേറാണ് കേട്ടോ. പുനലൂരിലൊഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷം കേൾക്കേണ്ട വിധിയായി മാറുന്നു. ഇരുവിപുരത്ത് പോലും കോട്ടകൾ ഇളക്കി UDF. ചേലക്കരയും ഗുരുവായൂരും ഒഴിച്ച് ഇടതു കോട്ടകളിൽ ശക്തമായ കടന്നുകയറ്റം. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 10,000 വോട്ടുകൾക്ക് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മുന്നിൽ. ജി സുധാകരൻ മുന്നിൽ വരികയും പിണറായി വിജയൻ പിന്നിലാവുകയും ചെയ്യുന്നു. വോട്ടുകൾക്ക് മുന്നിൽ മാത്രമാണ് ലീഡ് ചെയ്യുകയാണ്. പിന്നിലാവുകയും ലീഗ് 20 മുന്നിലാണ്. ലീഗ് ഹൗസിൽ ഇപ്പോൾ MK മുനീർ ഉൾപ്പെടെയുള്ളവർ ടിവിയാണ് കാണുന്നത്. ചടയമംഗലത്ത് UDFന്റെ വൻ മുന്നേറ്റമാണ്. ചടയമംഗലം പ്രതീക്ഷിച്ചതല്ല. പുനലൂരാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉടുമ്പൻചോലയിലെ ലീഡ് നോക്കൂ. UDFന്റെ 4654 വോട്ടിനാണ് ഉടുമ്പൻചോലയിൽ UDF ലീഡ് ചെയ്യുന്നത്. 4654. എഫ് രാജ് അവിടെ ദേവികുളത്ത് ലീഡ് ചെയ്യുകയാണ്. ഇടുക്കി മുഴുവനും UDFനൊപ്പം. കൊയിലാണ്ടി ദാസനെ കൈവിട്ടു. കൊയിലാണ്ടി പ്രവീണിനോടൊപ്പം രണ്ടാം റൗണ്ടിലും നിൽക്കുന്നു. 864 വോട്ടുകൾക്ക് പ്രവീൺ കുമാർ മുന്നിൽ. അവിശ്വസനീയം. 7216 വോട്ടിന്റെ ലീഡ് ഉദുമയിൽ. CK കുഞ്ഞമ്പുവിനെ പിന്നിലാക്കിക്കൊണ്ട് UDFന്റെ തേരോട്ടം. ഉദുമയിൽ തകരുന്നു. കഴിഞ്ഞ തവണ 2 റൗണ്ടിൽ 2234 വോട്ടായിരുന്നു UDFന്റെ ലീഡ്. ഇത്തവണ അത് 7216 ഉയർന്നു. 5000 വോട്ട് കൂടുന്നു ഉദുമ. കളമശ്ശേരിയിൽ UDF ലീഡ് 2000 കടന്നു. ഒരു പാട്ടും കൂടി കേൾക്കാം. 86 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ കളമശ്ശേരിയിൽ ഒരു പാട്ട്